ഡോക്ടർ ഉണ്ടോ? സാർ ക്യാബിനിലുണ്ട്. യെസ്, ഇരിക്കണം സാർ. ഒരു മിനിറ്റ്. ഹലോ. ആ ഇല്ലല്ല, വിളിക്കാം. ഇന്നലെ ഒരു പെങ്കൊച്ചിനെ 4-5 പേര് പീഡിപ്പിച്ചു കൊന്നില്ലേ? അതെ, ആ കേസാ. ഞാൻ പിന്നെ വിളിക്കാം. ഡോക്ടർ, ഇന്നലെ നടന്ന മർഡറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റെഡിയായോ? Within 10 minutes, it will be here. മരണകാരണം വ്യക്തമായോ? She was brutally raped. അതും 4-5 ആളുകൾ ചേർന്ന് മണിക്കൂറുകളോളം. ശരീരത്തിന്റെ പല ഭാഗത്തും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അയൺ റോഡ് കൊണ്ട് തലയ്ക്ക് പിൻഭാഗത്തേറ്റ ക്ഷതമാണ് മരണകാരണം. മോളിൽ പ്രഷർ ഉണ്ടായി. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യാനാ സാർ? നാട്ടുകാർക്ക് മെഴുകുതിരി കത്തിച്ച് പ്രഹസനം കാട്ടാനോ? അതോ ചാനൽ ചർച്ചകളിൽ ഇരയെന്ന് പേരിട്ട ആ പെൺകുട്ടിയെ പരിഹസിക്കാനോ? ഒന്നും സ്ഥിരമായി നേടാത്തവരാണ് നമ്മുടെ ജനം. എവിടെയും ചാടി വീഴും, കുറെ ബഹളം വെക്കും. പുതിയ ഇരയെ കിട്ടുമ്പോൾ പഴയ ഇരയെ അവർ മറക്കും. നഷ്ടം ആ മോളുടെ കുടുംബത്തിന് മാത്രമാണ് സാർ. സർ, റിപ്പോർട്ട് റെഡിയാണ്. സർ സൈൻ ചെയ്തായിരുന്നെങ്കിൽ റിപ്പോർട്ട് ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്യായിരുന്നു. ഇതില് ഏത് കുളത്തിലാണ് സാർ ഞാൻ ഒപ്പിടേണ്ടത്? പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ കുളത്തിലോ അതോ പീഡിപ്പിക്കപ്പെട്ട കുട്ടിയുടെ ബോഡി ഏറ്റുവാങ്ങാനെത്തിയ അച്ഛന്റെ കുളത്തിലോ?